ഇപ്പോൾ കുറെ ആളുകള് എന്നെ പണ്ട് അധ്യാപകർ പിച്ചി, അടിച്ചു, എനിക്ക് വേദനിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകള് വീഡിയോ ചെയ്യാറുണ്ട്. അവരെ ആ വേദനിക്കുന്ന ഓർമ്മകൾ ഒക്കെ പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ആ സംഭവങ്ങളെ കൃത്യമായിട്ട് ഓർക്കാൻ കാരണം? കാരണം ഈ വേദനിക്കുന്നതെല്ലാം ഒരു ഇമോഷണൽ മെമ്മറീസ് ആണ്. ഇമോഷണൽ മെമ്മറീസ് ഒന്നും നമ്മൾ പെട്ടെന്ന് മറന്നു കളയില്ല. എന്നാൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഡേഞ്ചറസ് ഇമോഷണൽ മെമ്മറീസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് തേക്കപ്പെടുന്ന അവസ്ഥയിൽ കുറെ ആളുകളെ നമ്മൾ ക്ലിനിക്കിൽ കാണാറുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ അകപ്പെട്ടിരിക്കുന്ന ഇമോഷണൽ മെമ്മറീസ് ഇവർക്ക് ഇറേസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സെക്ഷൽ മെമ്മറീസ് ആണ് ഏറ്റവും ടഫ് ആയിട്ടുള്ള കാര്യം. അത് ഒരിക്കലും ഇറേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് കണ്ട ഒരാളെ പെട്ടെന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അയാളായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഒക്കെ ആകുന്നു. ഇത് നമ്മുടെ ഇമോഷണൽ മെമ്മറീസിൽ വളരെ സ്ട്രോങ് ആയി അവിടെ കിടക്കും. ഇത് അടുത്ത കാലഘട്ടം ഒന്നും പോവില്ല. നിങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞാലും കുറെ നാളുകൾ കഴിഞ്ഞാലും നിങ്ങളുടെ മരണം വരെ അത് കൂടിയുണ്ടായിരിക്കും. അതുകൊണ്ട് വെറുതെ അൺവാണ്ടഡ് സെക്ഷൽ മെമ്മറീസ് നമ്മുടെ ഹാർഡ് ഡിസ്ക് ആകുന്ന ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്ത് അതിന്റെ പൊല്ലാപ്പം കൊണ്ട് പിന്നീടുള്ള ജീവിതം നയിക്കേണ്ട കഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് പ്രവേശിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപൂർവമായൊരു തീരുമാനം.